ഈ റിവൈസ് ബഡ്ജറ്റിനെ ഞാൻ പിന്തുണക്കുന്നു. ബഹുമാനപ്പെട്ട പ്രൊഫസർ സാർ, ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ്. നല്ല വിവരങ്ങളാണ് അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് വല്ലാതെ സ്നേഹം തോന്നാറുണ്ട്. പക്ഷേ എന്ത് പറ്റി അങ്ങേക്ക്? എനിക്ക് വളരെ സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ടൊരു കാര്യം പറഞ്ഞു തരും. എങ്ങനെ നിങ്ങൾ തോറ്റത്? എങ്ങനെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായത്? വലിയ സങ്കടമുണ്ട് സാർ. ഇതൊക്കെ ഇതേ രീതിയിൽ തന്നെ പിന്നെയും ഇങ്ങനെ പറഞ്ഞു നടക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നുന്നു. ഇത് ശരിക്കും എന്താ പറഞ്ഞത്? നവലിബറൽ ഇത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ 10 കൊല്ലങ്ങൾ നശിപ്പിച്ചു കേരളത്തെ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിന് വരുമ്പോൾ പറയാം. സാറിനോടൊക്കെ എനിക്ക് വലിയ സ്നേഹമുണ്ട്. പക്ഷേ ദയവേദി ഇങ്ങനെയൊന്നും പറയരുതെന്നാണ് എനിക്ക് വളരെ സ്നേഹത്തോടു കൂടി പറയാനുള്ളത്. നല്ല ആൾക്കാരൊക്കെ ഇവിടുന്ന് നാട് കടത്തി സാർ. ആ കെ രാധാകൃഷ്ണനൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ പാർട്ടിയിലെ സെക്രട്ടറി ഒക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നന്നാവുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ നിങ്ങൾ നാട് കടത്തി വിടുന്നു സാർ. ആ പ്രതിപക്ഷ നേതാവിൻ്റെ സീറ്റിലേക്ക് ഇപ്പോൾ ഉപനേതാവ് ഉണ്ടല്ലോ നിങ്ങൾ അവിടെ ഇരിക്കുന്നത്, അദ്ദേഹത്താണ് കയറ്റിയിരുന്നത്. ഇതിനെക്കാളും നന്നാവും. മാറ്റങ്ങൾ വേണം സാർ. അല്ലാതെ നിങ്ങൾ ഈ പഴയതിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നിങ്ങൾ നന്നാകാൻ പോകുന്നില്ല. നിങ്ങൾ ചീത്താവരുന്നത് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. നിങ്ങൾ ഒരിക്കലും ചീത്താകരുതെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ നിങ്ങൾ എവിടെ, ഇന്ത്യയിൽ എവിടെയും ഉണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും ഇന്ത്യയിലുണ്ടോ? അല്ല, ഞാൻ പറയും, ഞാൻ നിങ്ങളൊരു ഫ്രീ ആയിട്ടൊരു ഉപദേശം തന്നതാ. നിങ്ങളെ ഫ്രീ ആയിട്ടൊരു ഉപദേശം തന്നാ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഞാൻ സ്നേഹത്തോടു കൂടി പറഞ്ഞതാ. മനസ്സിലായില്ലേ? നിങ്ങളെ സ്നേഹത്തോടു കൂടി ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ നാട് കടത്തിയ ആൾക്കാരൊക്കെ നമ്മൾ കാണുമ്പോണ്ടല്ലോ സങ്കടം തോന്നുന്നു. ഒരു കാലത്ത് നിങ്ങളെ കൂടെ വല്ലാതെ വിശ്വസിച്ച് നിന്നിരുന്ന ഒരാളാണ് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല സാർ. എനിക്ക് പറയാനുള്ളത്, കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഭയുടെ മേശപ്പുറത്ത് വെച്ച തൽസ്ഥിതി റിപ്പോർട്ടിൽ നമ്മളെ കേരളം എത്തി നിൽക്കുന്ന അതിഭീകരമായ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് വിശദമായി അതിൽ പറയുന്നുണ്ട് സാർ. അതൊന്ന് വായിച്ചു നോക്കണം സാർ. 5 ലക്ഷം കോടിയിലധികം രൂപയുടെ കടബാധ്യത മാത്രമല്ല, 50,000 കോടിയുടെ പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ട ബാധ്യത വേറെയുമുണ്ട്. സംസ്ഥാന GSDPയുടെ 77% ശമ്പളവും പെൻഷനും വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നു. ഈ വർഷം 53,000 കോടി രൂപ ശമ്പളത്തിന് വേണം സാർ. 36,000 കോടി രൂപ പെൻഷന് വേണം. 34,000 കോടി രൂപ പലിശ കൊടുക്കാൻ വേണം. GSDPയുടെ 1.03 മാത്രമാണ് സാർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ലഭിക്കുന്നത്. കടം വാങ്ങുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ തന്നെ സാർ നമുക്ക് ഉണ്ടാവില്ലായിരുന്നു. നമ്മൾ കടം വാങ്ങുന്നു, കടം തിരിച്ചടക്കുന്നു, പിന്നെയും വാങ്ങുന്നു, പിന്നെയും തിരിച്ചടക്കുന്നു സാർ. അതുകൊണ്ട് ഇങ്ങനെ കടം ഉയർന്നു പോവുക. മറ്റ് വലിയ വിമർശനങ്ങളും ഇല്ലാത്തത് കൊണ്ട് ഡോക്ടർ തോമസ് ഐസക് സാർ ധവളപത്രത്തെക്കുറിച്ച് ആരോപിച്ചത് അതിൻ്റെ വലിയൊരു ഭാഗം നിർമ്മിത ബുദ്ധി, അതായത് AI ഉപയോഗിച്ചാണ് തയ്യാറാക്കിയെന്നാണ് സാർ. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്ത് പുതിയ സാങ്കേതിക വിദ്യ വന്നാലും സാർ CPM അതിനെ ആദ്യമായിട്ട് എതിർക്കും. കമ്പ്യൂട്ടറുകൾ എതിർത്തു. മനുഷ്യനെ തിന്നുന്ന ബഗൻ എന്ന് പറഞ്ഞ ബുക്സ് ഉണ്ടാക്കിയില്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? വേണമെങ്കിൽ ഞാൻ ഒരു കോപ്പി തരാം. മനുഷ്യനെ തിന്നുന്ന ബഗൻ കമ്പ്യൂട്ടറിനെ പറ്റി എഴുതിയതാ സാർ. ട്രാക്ടറിനെ പറ്റി, കല്ലുവെട്ട് മെഷീനെ പറ്റി എതിർത്തു. മനുഷ്യനെ തിന്നുന്ന ബഗൻ എന്ന് പറഞ്ഞാൽ അത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊണ്ടുവന്നേരാം സാർ. എനിക്കത് കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട് സാർ. ഇപ്പോൾ AIക്കെതിരെ തിരിഞ്ഞു എന്നേ ഉള്ളൂ. ലോകത്തുള്ള സകലരും അംഗീകരിച്ച ശേഷമേ സാർ അവർക്ക് നേരം വെളുക്കൂ എന്നാണ് സഖാവ് MVR മുമ്പ് പറഞ്ഞത് സാർ. സാർ, നമ്മൾ ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ഉടൻ നടപടിയെടുക്കാത്തതും LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യവും പാർട്ടിയെ പിന്നോട്ടടിച്ചു എന്നാണ് സാർ ഇപ്പോൾ പറയുന്നത് സാർ. 100-ലധികം സീറ്റുകളിൽ UDF അധികാരത്തിൽ വരുമെന്നും 1 ഡസൻ +or-1 മന്ത്രിമാർ പരാജയപ്പെടുമെന്നും ഇല്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്നും മുൻ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സാർ അന്ന് പറഞ്ഞു. നിങ്ങൾ സാർ എന്താ പറഞ്ഞത്? നിങ്ങൾ അതിനെ അപഹസിച്ചു. പക്ഷേ കേരളം കണ്ട ഏറ്റവും കൃത്യതയുള്ള രാഷ്ട്രീയ പ്രവചനമായിരുന്നു സാർ അത്. അദ്ദേഹം അവതരിപ്പിച്ച ബഡ്ജറ്റിനും അതിൻ്റെ ക്വാളിറ്റി ഉണ്ട് സാർ. അത്രയും നല്ല മനോഹരമായ ബഡ്ജറ്റാണ് സാർ. അത് നിങ്ങൾ സമ്മതിക്കേണ്ട ഒരു അവസാനം. ഇതേപോലുള്ള ഒരു സാമ്പത്തിക അവസ്ഥയിൽ ഇത്രയും മനോഹരമായ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിനല്ല സാർ ആർക്കത് കഴിയുക? ഒരു നയാ പൈസ പോലും അധിക നികുതി ബാധ്യത ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടില്ല സർ. കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്ന മിഷൻ സമുദ്രയാണ് സർ ഇതിൽ നമ്പർ 1. 400 കോടിയാണ് സർ ബഡ്ജറ്റ് വീതം. കേരളത്തിലെ അൺടാപ്ഡ് റിസോഴ്സസായ കടലും കടൽ തീരവും പരമാവധി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ വിഭാവനം ചെയ്തിട്ടുണ്ട് സാർ. അത് ഗോഡ് ഗിഫ്റ്റഡാണ്, നമുക്ക് കിട്ടിയതാണ്. അത് നമ്മൾ ഉപയോഗിക്കണം. മുൻ സർക്കാരുകൾ കാണാതെ പോയ റിസോഴ്സസ് നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കണ്ടെത്താൻ പുതിയ ബജറ്റിൽ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കാൻ സഹായിക്കുന്ന പദ്ധതികൾ ഇതുവഴി സർ നമുക്ക് നടപ്പിലാക്കാൻ കഴിയും.
കിഫ്ബി എന്ന സ്ഥാപനം സർ 572 കോടിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് അവർക്കുള്ളത്. 572 കോടി. എന്താണ് സർ അവർ ചെയ്യുന്നത്? അവർ ചെയ്യുന്നത് വെറും മേൽനോട്ടം വഹിക്കൽ മാത്രം, സൂപ്പർവിഷൻ മാത്രമാണ്. നമുക്ക് പിന്നെ വളരെ കേപ്പബിൾ ആയിട്ടുള്ള PWD ഉണ്ട്, ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പിന്നെ എന്തിനാണ് സർ ഇത്രയും തുകയൊക്കെ ചെലവഴിക്കുന്ന ഒരു കിഫ്ബി നമുക്കവിടെ ഒരു ആഡംബരത്തിന് അവിടെ അങ്ങെങ്ങാനും ആ ഓഫീസിൽ പോയി നോക്കിയിട്ടുണ്ടോ? അവിടെ പോകുമ്പോൾ സർ അറിയാം അതിൻ്റെ വ്യത്യാസം. ഇവിടുത്തെ ഓഫീസ് ആ വ്യത്യാസമുള്ളത് അവിടെ പിന്നെ വ്യത്യാസം കാണാം സർ. സർ നമ്മൾ ഇതിനെ പുനഃസംഘടിപ്പിക്കേണ്ട ഒരു തീരുമാനമുണ്ടല്ലോ സർ, അത് നിർബന്ധമായിട്ടും അത് വളരെ സ്വാഗതാർഹമാണ്. പെട്ടെന്ന് തന്നെ ചെയ്യണം എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത് സർ. ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ, വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതികളാണ് ഇതുവഴി ആവിഷ്കരിക്കുക എന്നാണ്. എന്നിട്ട് സംഭവിച്ചത് സർ അതിൻ്റെ ബാധ്യത കൂടി ഇപ്പം നമ്മുടെ തലയിൽ വന്നു സർ. കിഫ്ബി പദ്ധതികൾക്ക് ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചത് കണ്ണൂർ ജില്ലയിലാണ്, 30%. മലപ്പുറം പോലുള്ള പിന്നോക്ക ജില്ലകളിൽ വളരെ കുറച്ച് സംഖ്യയാണ് സർ ചെലവഴിച്ചത്. ചിറ്റമ്മ നയമാണ് ഇത്രയും കാലം മറ്റു ജില്ലകളോട് കാണിച്ചിരുന്നത്. അവർക്ക് താല്പര്യമില്ലാത്ത മണ്ഡലങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കി. ബാധ്യത എല്ലാവരും ഒരുമിച്ച് അനുഭവിക്കുകയും വേണം. കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്തെ MLA-മാരുടെ മണ്ഡലങ്ങൾ വികസന കാര്യത്തിൽ കടുത്ത അവഗണനയാണ് സർ നേരിട്ടത്. തീർച്ചയായും പുതിയ സർക്കാരിൽ നിന്ന് ഈ MLA-മാർക്ക്, അതായത് പഴയ MLA-മാർക്ക് കോമ്പൻസേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഉണ്ടാവുന്നത് തന്നെയാണ് സർ ഞങ്ങളുടെ പ്രതീക്ഷ. അങ്ങ് ചിരിച്ചത് തള്ളരുത് സർ. PM-ശ്രീ ഒപ്പിട്ടിട്ടില്ല എന്നാണ് പിന്നെ ഇപ്പം പറയുന്നത് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അത് വാങ്ങിയിട്ടില്ല, ഒപ്പിട്ടിട്ടില്ല, പൈസയും വാങ്ങിയിട്ടില്ല സാർ. സർ എന്താണ് അതിൻ്റെ സ്ഥിതി? നിയമസഭയിൽ ഈ മേശയുടെയൊക്കെ മുകളിൽ കയറി അദ്ദേഹം കാണിച്ചതൊക്കെ നമ്മളെല്ലാവരും കണ്ടല്ലോ ടെലിവിഷനിൽ. എന്നിട്ട് അദ്ദേഹം അത് സമ്മതിച്ചില്ല, ഞങ്ങളത് ചെയ്തിട്ടേ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ സർ ഒപ്പിട്ടത് എങ്ങനെ അദ്ദേഹം പറയും? അത് സമ്മതിക്കുമോ? അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിതി സർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുള്ള കേരളം ഒരു വർഷം 80,000 കോടി രൂപ നഷ്ടപ്പെടുത്തുന്നു സർ. സർക്കാരിനോ പൊതുജനങ്ങൾക്കോ യാതൊരു പ്രയോജനമില്ലാത്ത തുടർച്ചയായി നഷ്ടം മാത്രമുള്ള ഏതാണെന്ന് മനസ്സിലാക്കി സർ അവരുടെ പ്രവർത്തനം ഉടനടി സർ അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സർ. സംസ്ഥാനത്തിൻ്റെ വ്യവസായ അടിസ്ഥാന സൗകര്യ വികസനത്തിനും നിക്ഷേപങ്ങൾക്കുമായി ഭൂമി ലഭ്യമാക്കാൻ ബജറ്റിൽ പ്രഖ്യാപിച്ച 2ാം ഭൂപരിഷ്കരണം വ്യവസായ ആവശ്യങ്ങൾക്കായുള്ള ഭൂമിയുടെ ലഭ്യത വേഗത്തിലാക്കും. അങ്ങ് പറയുന്ന പോലെയല്ല സർ, വെറുതെ കുറേ ആൾക്കാർ കയ്യേറുന്നുണ്ട്, വെറുതെ അനാവശ്യമായിട്ട് കിടക്കുന്നുണ്ട് ആ ഭൂമി. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അങ്ങ് പറയുന്ന ആ ഒരു രീതിയല്ലത്. ഭൂപരിഷ്കരണം 2 വളരെ നന്നാവും. അതുപോലെ നിക്ഷേപകർക്ക് ഭൂമി മാറ്റുന്ന പ്രക്രിയ വേഗത്തിലാക്കാനും കഴിയും സർ. സർ കേരള സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ് സർ പ്രവാസികൾ. 25 ലക്ഷം വരുന്ന പ്രവാസികൾ കേരളത്തിലേക്ക് അയക്കുന്നത് ഒരു വർഷം 2 ലക്ഷം കോടി രൂപയാണ് സർ. എന്നാൽ ഇതിലധികവും ഇൻവെസ്റ്റ്മെൻറ്റ് എക്കോണമി എന്ന നിലയിൽ വരുന്നില്ല എന്നുള്ളത് സത്യമാണ്. അത് റെമിറ്റൻസ് എക്കോണമി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിക്ഷേപത്തിന് ശേഷിയുള്ള പ്രവാസികൾക്കായി പ്രവാസി ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ഫണ്ട് രൂപീകരിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ മിഡിൽ ക്ലാസ് ചെറുകിട ഇൻവെസ്റ്റ്മെൻറ്റിന് കീഴിലുള്ള, അതേസമയം സർ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഭയമുള്ള പ്രവാസികളെ ആകർഷിച്ചാൽ മാത്രമേ ഇത് പരിപൂർണമായിട്ട് വിജയിക്കുകയുള്ളൂ സർ. അവരുടെ മക്കൾക്ക് വേണ്ടി എല്ലാവർക്കും 10-20 മിനിറ്റ് കൊടുക്കും സർ. അങ്ങ് ഇപ്പം തന്നെ അടിച്ചാലോ? റെസിഡൻഷ്യൽ സ്കൂളുകൾ സർ, എനിക്ക് പറയാനുള്ളത് അവരുടെ മക്കൾക്ക് വേണ്ടി റെസിഡൻഷ്യൽ സ്കൂളുകൾ ആരംഭിക്കണം. വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന് പെയ്ഡ് ഹോസ്റ്റലുകൾ സർക്കാർ കീഴിൽ ആരംഭിക്കാൻ ശ്രമിക്കണം സാർ. സർ വേറെ മലപ്പുറം ജില്ലയിൽ ഏറ്റവും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന സ്ഥലമാണ് സർ അങ്ങാടിപ്പുറം ടൗൺ. ഇതിനൊരു പരിഹാരമായിട്ടാണ് ഒരോടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് വിഭാവനം ചെയ്തത്. ആകെ 4.1 കിലോമീറ്റർ ദൂരമുള്ള ഇതിൻ്റെ ROB ഉൾപ്പെടെ 3/4 ഭാഗം സർ മങ്കടയിലും ബാക്കി പെരിന്തൽമണ്ണയിലുമാണ് പോകുന്നത് സർ. കഴിഞ്ഞ 10 വർഷം ഈ ബൈപ്പാസിനായി ഓരോ ബജറ്റിലും ഫണ്ട് ആവശ്യപ്പെട്ടിരുന്നു. പല പ്രാവശ്യം നിയമസഭയിൽ സബ്മിഷനായും ചോദ്യങ്ങളായും ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല സർ. അത് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ ബജറ്റിൽ തന്നെ 10 കോടി രൂപ പ്രാരംഭ നടപടികൾക്കായി അനുവദിച്ചതിൽ അങ്ങയോടുള്ള നന്ദി അറിയിക്കുകയാണ് സർ. പക്ഷേ ഈ തുക കൊണ്ട് സർ ആദ്യഘട്ടം പ്രവൃത്തികൾ പൂർണ്ണമായും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഏകദേശം 12 ഏക്കർ സ്ഥലം ഏറ്റെടുക്കാനുണ്ട് സർ. 12 വർഷം മുമ്പിൻ്റെ ഇതിൻ്റെ റഫ് എസ്റ്റിമേറ്റ് 250 കോടി രൂപയായിരുന്നു. ലാൻഡ് അക്വിസിഷനും മറ്റ് പ്രാരംഭ പ്രവർത്തനങ്ങൾക്കും കൂടി വേണ്ടത് ചുരുങ്ങിയത് സർ 30 കോടി ഉറുപ്പെങ്കിലും ഇപ്പോൾ വരണം സർ. അത് വകയിരുത്തണമെന്നാണ് എനിക്ക് അങ്ങയോട് അഭ്യർത്ഥിക്കാനുള്ളത് സർ. പിന്നെ കഴിഞ്ഞ 10 വർഷം ലഹരി മാഫിയ കേരളം അടക്കി വാഴുകയായിരുന്നു. പോലീസുകാരുൾപ്പെടെയുള്ള കണ്ണികളായ കേസുകൾ ധാരാളമുണ്ട് സർ. മലപ്പുറത്തൊക്കെ ധാരാളമുണ്ട് സർ. അവർക്ക് വളരാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും കഴിഞ്ഞ സർക്കാർ ഒരുക്കി കൊടുത്തിരുന്നു. എന്നാൽ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി അധികാരമേറ്റ 1 മാസത്തിനകം ഓപ്പറേഷൻ തൂഫാനിലൂടെ അതിനെ അറുതി വരുത്തിക്കൊണ്ടിരിക്കുകയാണ് സർ. ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ് സർ ഇത് കാണിക്കുന്നത് സർ. തീർച്ചയായും UDF മികച്ചൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. 10 വർഷം കൊണ്ട് കുളം തോണ്ടിയ ഖജനാവിനെയും
തകർന്ന നിയമവാഴ്ചയും ശരിയാക്കിയെടുക്കാൻ ഈ സർക്കാരിന് കഴിയും. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള തുടക്കത്തിൻ്റെ ആദ്യത്തെ തിരികൊളുത്തി കഴിഞ്ഞു. വിസ്മയങ്ങൾ സർ ഇനിയും ഉണ്ടാവും. ഞാൻ ഈ ബജറ്റിനെ പിന്തുണക്കുന്നു. ഓക്കെ, താങ്ക് യു. അടുത്തത് ശ്രീ GR അനിൽ, അങ്ങേക്ക് 9 മിനിറ്റ്. സർ, ഇവിടെ ബഡ്ജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട അംഗങ്ങൾ അവസാനം ശ്രീ മഞ്ഞളാംകുഴി അലി അടക്കം സൂചിപ്പിച്ചത് ഇടതുപക്ഷ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലം നടപ്പാക്കിയ വികസനക്ഷേമ പ്രവർത്തനങ്ങളെ മറന്നുകൊണ്ടാണ് സർ. നമ്മുടെ നാട് വളരെ മുന്നോട്ട് പോയി എന്നുള്ളൊരു വസ്തുതയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പരാജയം ഞങ്ങൾ നന്നായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കും, അത് വേറെ. പക്ഷേ ആ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനം നടക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പരാജയപ്പെട്ടത് എന്ന് സ്ഥാപിക്കാൻ നിൽക്കുന്ന രീതി, അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ സാർ. സാർ, ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അവതരിപ്പിച്ച ബഡ്ജറ്റ് കേരളത്തിൻ്റെ ഒരു പഴയ മുൻകാല ചരിത്രം എടുത്തു നോക്കിയാൽ ഏത് ഗവൺമെൻറ് ആണെങ്കിൽ പോലും ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ ഊന്നിയ വികസന കാഴ്ചപ്പാടിനെയാണ് സാധാരണ ഊന്നൽ കൊടുക്കാറുള്ളത്. എന്നാൽ ഇത്തവണത്തെ ബഡ്ജറ്റ് അത് സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന ഒന്നാണ് എന്ന് പറയേണ്ടി വരികയാണ് സാർ. ഇവിടെ നേരത്തെ പ്രൊഫസർ രവീന്ദ്രനാഥ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ സമയക്കുറവുകൊണ്ട് ദീർഘമായി കടന്നു പോകുന്നില്ല. നവലിബറൽ സാമ്പത്തിക നയങ്ങളുടെ വക്താക്കളായ കോൺഗ്രസ് ആ നയങ്ങൾ സൃഷ്ടിച്ച വിവരണാതീതമായ ദുരന്തങ്ങളിൽ നിന്നും പാഠം പഠിച്ചില്ല എന്നതിൻ്റെ തെളിവ് കൂടിയാണ് സാർ ഈ ബഡ്ജറ്റിൽ കാണാൻ കഴിയുന്നത്. അദ്ദേഹം ഇവിടെ വിശദമായി അത് സൂചിപ്പിക്കുകയുണ്ടായി. സ്വകാര്യവൽക്കരണത്തിൻ്റെ വഴിയാണ് UDF സർക്കാരിൻ്റെതെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നുമാത്രമല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബാധ്യതയാണെന്ന നിലപാടാണ് സർക്കാരിൻ്റെതെന്നുള്ള രീതിയിലാണ് പൊതുമേഖലയോടുള്ള സമീപനം കാണുന്നത്. എന്നുമാത്രമല്ല സാർ, ആദരണീയനായിട്ടുള്ള രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ അദ്ദേഹത്തിൻ്റെ നയങ്ങളും അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഇവിടെ ഇത് പറയുന്നത്. അദ്ദേഹം എക്കാലവും പൊതുമേഖലയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സാർ സ്വീകരിച്ചത്. പൊതുമേഖലയാണ് രാജ്യത്തിൻ്റെ നട്ടെല്ലെന്ന് ഉള്ള കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവ് നമുക്ക് രാജ്യമൊട്ടാകെ കാണുമായിരുന്നില്ലേ. അതിനെ മുഴുവൻ തകർത്തുകൊണ്ട് അത് മുഴുവൻ സ്വകാര്യവൽക്കരിച്ച് നവലിബറൽ സാമ്പത്തിക നയങ്ങൾ നടപ്പാക്കിയതിലൂടെയാണ് രാജ്യം ഇന്ന് കാണുന്ന BJPയുടെ കയ്യിലേക്ക് എത്തിയത്. ഞാൻ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല സാർ. ഇവിടെ പറഞ്ഞ സപ്ലൈകോ പോലും ഈ നിലയിൽ തുടരേണ്ടതില്ല എന്നാണ് ധവളപത്രത്തിലും കാണുന്നത്, ബഡ്ജറ്റിലും കാണുന്നത്. ബഡ്ജറ്റ് രസകരമായ ഒരു കാര്യം സാർ, ഈ ബഡ്ജറ്റ് പുസ്തകത്തിൽ 80-ാം പേജിലാണ് ഭക്ഷ്യവകുപ്പിനെക്കുറിച്ച് പറയുന്നത്. ആ ഭക്ഷ്യവകുപ്പിൽ 80-ാം പേജിൽ പറയുന്നതിൽ ഒറ്റ വരിയാണ് സാർ ആ ഭക്ഷ്യവകുപ്പിനെക്കുറിച്ച് പറയുന്നത്. ഭക്ഷ്യവകുപ്പിനെക്കുറിച്ച് പറയുന്നതിൽ സപ്ലൈകോയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള കുടിശ്ശിക നേടിയെടുക്കുവാൻ നടപടിയെടുക്കുമെന്നാണ്. ഒരു മന്ത്രി, പാവം അനൂപ് ജേക്കബ്, അവിടെ ഇരിക്കുകയാണ്. ആ മന്ത്രിയുടെ ആവശ്യമുണ്ടോ സാർ ഇതിനു വേണ്ടി? ഈ പൈസ നേടിയെടുക്കുക മാത്രമാണ് ഭക്ഷ്യവകുപ്പിൻ്റെ ഉത്തരവാദിത്വവും ഭക്ഷ്യവകുപ്പിൻ്റെ ഒരു വർഷത്തെ ലക്ഷ്യം എന്നുള്ള രീതിയിൽ ബഡ്ജറ്റിനകത്ത് പറയുമ്പോൾ എന്താണ് സാർ പൊതുമേഖലയെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട്, ധാരണയും സങ്കല്പവും? ക്ഷേമരാഷ്ട്രത്തെക്കുറിച്ചും ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ചുമുള്ളത് ഓരോ പദ്ധതികൾ പിൻവലിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ലൈഫ് പിൻവലിച്ചു, 5 ലക്ഷം കുടുംബങ്ങളുടെ ആശ്വാസം പകർന്നതാണ്. അതുപോലെ കുടുംബശ്രീയെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നില്ല. തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്ര വിഹിതം നേടിയെടുക്കുന്നതിനെക്കുറിച്ചുള്ള അത് ബാലൻസ് ചെയ്യാൻ കഴിയുന്ന തുകയെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്ന് മാത്രമല്ല, പല പദ്ധതികളും കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തുള്ള പദ്ധതികളുടെ പേരുമാറ്റമാണ്.
ആ പേരുമാറ്റം നമുക്കിതിൽ കാണാൻ കഴിയും. മത്സ്യത്തൊഴിലാളികൾക്ക് ഭവനം. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഫലപ്രദമായി ഈ കേരളത്തിൽ മത്സ്യമേഖലയിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ആ പദ്ധതി പുനർഗ്രഹം പദ്ധതിയിലൂടെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് വീട് കൊടുത്തതാണ്. അപ്പം ആ പദ്ധതികളുടെ പേര് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് സാർവത്രികമായ പെൻഷൻ എന്നുള്ള സങ്കല്പമാണ് കേരളം സ്വീകരിച്ചത് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത്. ഇപ്പം പെൻഷൻ്റെ വാർദ്ധക്യമായിട്ടുള്ള ആളുകളുടെ വയോജന വകുപ്പ് രൂപം കൊടുത്തു എന്ന് പറയുമ്പോൾ വയോജനങ്ങൾക്ക് അത്തരം ആളുകൾക്ക് വേണ്ടി 2000 രൂപയാണ് പെൻഷനായി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ 2000-ൽ ഒരു പൈസ വർദ്ധിപ്പിച്ചിട്ടില്ല സാർ. ആ 2000 രൂപ എന്നുള്ളത് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ആ ജനവിഭാഗത്തോട് കൂറ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അതിന് തയ്യാറാകാതെ അവരെയും വാഗ്ദാനം നൽകി പറ്റിച്ച ഒരു അനുഭവമാണ് കാണാൻ കഴിയുന്നത്. അതുപോലെയാണ് സാർ നമ്മുടെ സർക്കാർ ജീവനക്കാരെ. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി NGO അസോസിയേഷൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ചത് ഞാൻ TV കാണുകയുണ്ടായി. എന്തൊരു ആവേശകരമായ കയ്യടിയായിരുന്നു. ആ കയ്യടി വാങ്ങിക്കൊണ്ട് മുഖ്യമന്ത്രി പ്രസംഗം നിർത്തിയിട്ട് എടുത്തു പറഞ്ഞത് വിസ്മയം കാണാൻ കഴിയുമെന്നാണ്. സാർ, സർക്കാർ ജീവനക്കാർക്കുള്ള വിസ്മയം എന്താണ് സാർ ഈ ബഡ്ജറ്റിലുള്ളത്? അവരുടെ ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് ഒരു വാക്ക് പറയുന്നില്ല. അവരുടെ പെൻഷൻ സ്കീമിനെ സംബന്ധിച്ച് ഒരു ആശാവഹമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല. അപ്പോൾ അതാണ് നമ്മുടെ ഈ ബഡ്ജറ്റിനകത്ത് വിസ്മയം സൃഷ്ടിച്ച ഓരോ മേഖലകളെ എടുത്തു നോക്കിയാൽ അതെല്ലാം തന്നെ പുറകോട്ടടി നേരിടേണ്ടി വരുന്ന സാഹചര്യമാണ് ഈ ബഡ്ജറ്റിൽ പറയുന്നത് സാർ. 957 ആദ്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റും തുടർന്ന് 69 സഖാവ് അച്യുതമേനോൻ ഗവൺമെൻറ് നടപ്പാക്കിയ ഭൂപരിഷ്കരണം പാവപ്പെട്ട കുടിയിരിപ്പുകാരൻ്റെയും കൈവശ കൃഷിക്കാരൻ്റെയും ഭൂരഹിത കർഷകനെയും സഹായിക്കാനും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് സാർ അന്ന് ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കി അതിലൂടെ ഭൂമി ഉറപ്പാക്കാൻ കഴിഞ്ഞത്. എന്നുമാത്രമല്ല, തുടർന്നു വന്ന ഗവൺമെൻറ്റുകൾ ഭൂമിയില്ലാത്തവന് ഭൂമി നൽകാൻ കഴിയുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് അതിലൂടെ ആലോചിച്ചത്. എന്നാൽ ഇന്നിപ്പോൾ എന്താ? ഇന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവസാനം ശ്രീ മഞ്ഞളാംകുഴിയും പറഞ്ഞ് സൂചിപ്പിച്ചത് ഇവിടെ ഉള്ള ഭൂമി വൻകിട കുത്തകകളുടെ കയ്യിലെത്തിക്കാനുള്ള അതിന് വേഗത കൂട്ടുന്ന നടപടിയിലേക്ക് ഭൂപരിഷ്കരണ നിയമം രണ്ടാം നിയമം നടപ്പാക്കാൻ പോകുന്നതാണ്. അതല്ലേ നടക്കാൻ പോകുന്നത്? അത് നമ്മുടെ നാടിനെ സാധാരണ ജനങ്ങളുടെ സാമാന്യ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ളൊരു പദ്ധതിയാണോ? അപ്പോൾ ഇത് മാത്രമല്ല സാർ, കേരളത്തിൻ്റെ തീരം പൂർണ്ണമായും കോർപ്പറേറ്റ് ശക്തികൾക്ക് തീരെഴുതുന്നതാണ് സാർ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്ന ഈ ബഡ്ജറ്റിനകത്ത് കാണുന്നത്. നമ്മുടെ തീരപ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യം എന്താ? ഇവിടെ തന്നെ രാവിലെ ശ്രദ്ധ ക്ഷണിക്കലുമായി ബന്ധപ്പെട്ടുള്ള സബ്മിഷൻ്റെ ചർച്ചയിലും വന്ന ഒരു വിഷയമാണ് സാർ. നമ്മുടെ തീരപ്രദേശത്തെ ജനത ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തീരശോഷണവും കടലാക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ആ വിഷയങ്ങളിൽ അതിന് പരിഹാരം കാണാൻ കഴിയുന്ന പദ്ധതിക്ക് പകരം നമ്മുടെ നാടിൻ്റെ തീരപ്രദേശം കൂടെ സ്വകാര്യ കക്ഷികളുടെ കൈകളിൽ, മുതലാളിമാരുടെ കയ്യിൽ എത്തിക്കുക. ഇവിടെ സൂചിപ്പിച്ചല്ലോ, BJPയുടെ ബ്ലൂ ഇക്കണോമിക് പോളിസിയെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. ആ BJPയുടെ ബ്ലൂ ഇക്കണോമിക് പോളിസി നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതാണ് ഇതിൻ്റെ പിന്നിൽ ഒളിവിരിക്കുന്ന വിഷയമായി നമ്മൾ കാണുന്നത്. സാർ, നമ്മളിവിടെ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചയിലെ ഇപ്പോഴും കരിമണലുമായി ബന്ധപ്പെട്ട വിഷയം. കരിമണൽ ഉൾപ്പെടെയുള്ള ധാതുസമ്പത്ത് സ്വകാര്യ കമ്പനികൾക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു തന്ത്രമാണ് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇത്തരം നയങ്ങളെ ശക്തമായി എതിർക്കേണ്ടതാണ് ഈ കേരളത്തിൻ്റെ പൊതു താല്പര്യമെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സാർ, ഈ വിഷയത്തിൽ കേരളത്തെ പുറകോട്ട് നയിക്കുന്ന ബഡ്ജറ്റാണ് സാർ ഇത്. ക്ഷേമ പദ്ധതികളെ എല്ലാം കൈയൊഴിയുന്ന ഈ ബഡ്ജറ്റ് സ്വകാര്യ മൂലധന ശക്തികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് സാറേ. അതുകൊണ്ട് ഈ ബഡ്ജറ്റിനെ ഞാൻ ശക്തിയായി എതിർക്കുകയാണ്. എന്നുമാത്രമല്ല, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കാർഷിക മേഖലയിൽ, കൃഷിക്കാരുമായി ബന്ധപ്പെട്ട മേഖലയിൽ റബ്ബർ കൃഷിക്കാർക്ക് കുറച്ചൊരാശ്വാസം പകരുന്ന തരത്തിൽ 250 രൂപയാക്കിയിട്ടുണ്ട് റബ്ബറിൻ്റെ വില. അത് മാർക്കറ്റിലെ 270 നിൽക്കുമ്പോഴാണ് 250 ആക്കിയത്. ശരി. എന്നാൽ കേരളത്തിലെ നെൽകൃഷിക്കാരൻ്റെ കാര്യമെന്താ? ഈ സഭയിൽ കഴിഞ്ഞ 5 വർഷവും എല്ലാ സഭാ സമ്മേളനങ്ങളിലും നെൽകൃഷിക്കാരൻ്റെ അതിൻ്റെ വില വർദ്ധിപ്പിക്കാനുള്ള ആവശ്യമല്ലേ ഉയർന്നത്? ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് 1 രൂപയുടെ വർധനവിനെക്കുറിച്ച് പറയുന്നുണ്ടോ? എത്രയോ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട MLAമാർ ഭരണപക്ഷത്തിരിപ്പുണ്ട്. അപ്പോൾ കൃഷിക്കാരനെ നട്ടലൊടിയുന്ന, കൃഷിക്കാരനെ സഹായിക്കാത്ത, ആ സംഭരണവുമായി ബന്ധപ്പെട്ട് നെൽകർഷകന് 1 രൂപ വർദ്ധിപ്പിക്കാത്ത നിലപാടിനെ ശക്തിയായി ഞാൻ എതിർക്കുകയാണ് സാർ. അതുപോലെ
ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി 2 വർഷത്തിനകം ഈ ബഡ്ജറ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് 2 വർഷത്തിനകം കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി ലോക മാരിടൈം ഭൂപടത്തിൽ അടയാളപ്പെടുത്തുമെന്നാണ്. സാർ, എന്ത് അത്ഭുത വിദ്യയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതെന്ന് നമുക്കറിയില്ല. 2 വർഷം കൊണ്ട് വിഴിഞ്ഞം പദ്ധതി തുടങ്ങി അത് ഒരു ഘട്ടം പൂർത്തിയാക്കി 2ാം ഘട്ടം പൂർത്തിയാക്കാനുള്ള ആ നടപടിക്ക് വേണ്ടി എത്ര വർഷമാണ് സാർ എടുത്തത്? ഇതുപോലുള്ള മോഹനമായിട്ടുള്ള ആളുകളെ ആകർഷിക്കുന്ന അത്തരം വാഗ്ദാനങ്ങൾ നടത്തി വിസ്മയം സൃഷ്ടിക്കുമെന്ന് പറയുന്നതല്ലാതെ യാഥാർത്ഥ്യവുമായും ജനങ്ങളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട പദ്ധതികളിൽ നിന്നെല്ലാം ഈ ഗവൺമെൻറ് പിന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഈ ബഡ്ജറ്റിനെ ഞാൻ ശക്തിയായി എതിർക്കുകയാണ് സാർ. അടുത്തത് ശ്രീ വർഗീസ് മാമൻ, അങ്ങേക്ക് 4 മിനിറ്റ്. 16ാം കേരള നിയമസഭയുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് ദിശാബോധവും ദീർഘവീക്ഷണമുള്ള ഒരു ബഡ്ജറ്റാണ് സാർ. കേരളത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളും ഈ ബഡ്ജറ്റിനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതിന് കാരണം എല്ലാ രാഷ്ട്രീയ വ്യത്യാസങ്ങളും മറന്നാണ് കേരളത്തിലെ ജനങ്ങൾ 100-ലധികം സീറ്റോടുകൂടി ഈ ഗവൺമെൻറ്റിനെ അധികാരത്തിലെത്തിച്ചത്. സാർ, ഈ ബഡ്ജറ്റ് ഒരു സ്മാർട്ട് ബഡ്ജറ്റാണ്. ഒരു സ്മാർട്ട് കേരളത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ് സാർ. സ്മാർട്ട് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതൊരു സസ്റ്റൈനബിൾ, ഒരു മോഡേൺ, അക്കൗണ്ടബിൾ, റെസ്പോൺസിബിൾ ആൻഡ് ട്രാൻസ്പെറൻറ്റ് ബഡ്ജറ്റാണ് സാർ. ബൈബിളിൽ ഒരു ആപ്തവാക്യമുണ്ട്, എളിയവരെ ആദരിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ സ്വർഗരാജ്യം അവകാശമാക്കുന്നു. സാർ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുകയാണ് സാർ. കാരണം എളിയവരെ ആദരിച്ച ഒരു ബഡ്ജറ്റാണ്. ഈ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിച്ച ഒരു ബഡ്ജറ്റാണ്. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിൽ ഇവിടെ പ്രഖ്യാപിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അടക്കം ഈ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട റബ്ബർ കർഷകരെ ഉൾപ്പെടെ കരുതിയ മുഖ്യമന്ത്രിയുടെ ബഡ്ജറ്റ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സ്വർഗരാജ്യ പ്രവേശനത്തിന് ഇട നൽകുമെന്ന് ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ് സാർ. എൻ്റെ നിയോജകമണ്ഡലമായ തിരുവല്ല നിയോജകമണ്ഡലത്തിലെ കായിക പ്രേമികളുടെ സ്വപ്നമാണ് സാർ നിലവിലുള്ള തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൻ്റെ വികസനം. ആ സ്റ്റേഡിയം വികസനത്തിൻ്റെ ഭാഗമായി 1ാം ഘട്ടമായി 5 കോടി രൂപ അനുവദിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എൻ്റെ നാടിൻ്റെ നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ് സാർ. ഈ ബഡ്ജറ്റിലെ ഏറ്റവും വലിയ സവിശേഷത കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഈ ബഡ്ജറ്റ് പ്രതീക്ഷ നൽകുന്നു എന്നുള്ളതാണ് സാർ. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ കരിക്കുലം ഉറച്ചു വാർത്ത് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഈ നാട്ടിൽ തന്നെ തൊഴിൽ നൽകുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ബഡ്ജറ്റിൻ്റെ പ്രത്യേകത സാർ. എൻ്റെ നിയോജകമണ്ഡലത്തിലെ പുളിക്കീഴ് പമ്പ റിവർ ഫാക്ടറി വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള ഫാക്ടറി നിലച്ചിട്ട് വർഷങ്ങളായി സാർ. 100 ഏക്കർ സ്ഥലം പാഴും ശൂന്യമായി കിടക്കുന്നത് ഒരു IT ഇൻഡസ്ട്രിയൽ പാർക്ക് അവിടെ സ്ഥാപിക്കണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. അദ്ദേഹം ബഡ്ജറ്റിൽ അത് ഉൾക്കൊള്ളിച്ചതിലുള്ള നന്ദി അറിയിക്കുകയും എത്രയും വേഗം അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ട സഹായങ്ങൾ നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാർ. എൻ്റെ നിയോജകമണ്ഡലം തിരുവല്ല 2 താലൂക്കുകൾ ചേരുന്നതാണ് സാർ, തിരുവല്ലയും മല്ലപ്പള്ളിയും സാർ. പഴയ കല്ലൂപ്പാറ നിയോജകമണ്ഡലത്തിൻ്റെ ആസ്ഥാനമാണ് മല്ലപ്പള്ളി. മല്ലപ്പള്ളി 6 പഞ്ചായത്തുകളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് സാർ. മണിമലയാറും പമ്പയാറും മല്ലപ്പള്ളിയെ തൊട്ടുപോകുന്നു. ഒട്ടനവധി അപകടങ്ങൾ ആറ്റിൽ വിദ്യാർത്ഥികളടക്കം മുങ്ങി മരിക്കുന്നത് ഉൾപ്പെടെയുണ്ട് സാർ. അവരുടെ ഒരു പദ്ധതിയാണ് മല്ലപ്പള്ളിയിൽ ഒരു ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കുക എന്നുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മല്ലപ്പള്ളി ഫയർ സ്റ്റേഷൻ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി അതിനാവശ്യമായ മുഴുവൻ തുകയും അനുവദിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെയാണ് സാർ ഞങ്ങളുടെ നാട്ടിലെ ശുദ്ധജല പ്രശ്നം. 10 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി സാർ ആരംഭിച്ച ശുദ്ധജല വിതരണ പദ്ധതിയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മല്ലപ്പള്ളി ആനിക്കാട് കോട്ടാങ്ങൽ ശുദ്ധജല പദ്ധതി. എൻ്റെ നേതാവ് ശ്രീ PJ ജോസഫ് സാർ എന്ന ജലവിഭവ മന്ത്രി